ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയുടെയാണ്. അതും വളരെ സിമ്പിളായിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് ജീരകവും ഏലക്കയും കൂടെ ഒന്ന് വറുത്തെടുക്കണം. വറുത്ത് കഴിഞ്ഞ് അത് നമ്മളൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിപ്പിച്ചെടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ശർക്കര ഒന്ന് പാവ് കാച്ചിയെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ ഒന്ന് ശർക്കര ഒന്ന് അരിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം, കാരണം ഇല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. നമ്മുടെ ശർക്കരപ്പാവ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് തേങ്ങ ഒന്ന് തിരിഞ്ഞെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ചക്ക ഒന്ന് അരച്ചെടുക്കണം, കാരണം എന്നാൽ മാത്രമേ നമുക്ക് അതൊരു മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ചക്കയൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്നൊന്ന് വഴറ്റണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് പാനിലേക്ക് നെയ്യ് ഒഴിച്ച് വാട്ടുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. അപ്പോൾ അത് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ആ അരിഞ്ഞ ചക്കയൊന്ന് ഇതിനകത്തിട്ട് വഴറ്റിയെടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, കാരണം ഇല്ലെങ്കിൽ അതൊന്ന് കരിഞ്ഞു പോകും. ഒന്ന് ആ ചക്കയുടെ കളറ് മാറി വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ തിരിങ്ങിയ തേങ്ങയും കൂടെ ഒന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. തേങ്ങ ഇട്ടതിന് ശേഷം അതിൻ്റെ ഒരു പച്ചപ്പൊന്ന് മാറാനായിട്ട് അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചെറിയ ഫ്ലെയിമിൽ തന്നെ വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ,
ഇതൊന്ന് മൊത്തത്തിലൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ കാച്ചി വെച്ച പാവ് ഇതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കണം. ജസ്റ്റ് ഇതൊന്ന് കുറുകി വരും. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കാരണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും അത്. ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ ഗോതമ്പ് പൊടിയിലേക്ക് നമ്മൾ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, കുറേശ്ശെ വേണം ഇത് ചെയ്യാനായിട്ട്. ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കട്ടി പിടിക്കും. അപ്പോൾ കുറേശ്ശെ ഇത് ഒഴിച്ച് ഇളക്കി അങ്ങനെ വേണം ചെയ്യാനായിട്ട്. പിന്നീട് അതിലേക്ക് ചുക്കുപൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നീട് നമ്മൾ അതിലേക്ക് ആദ്യം പൊടിപ്പിച്ച് വെച്ച് ഏലക്കയും ജീരകവും കൂടെ ഇതിനകത്തിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ ഇതെല്ലാം കൂടെ ചേരുവകളെല്ലായിടത്തും ഒന്ന് പിടിക്കത്തുള്ളൂ. പാവ് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പരത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, കുറച്ച് വേണം ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കാനായിട്ട്. കാരണം ആദ്യം തന്നെ ഒഴിക്കരുത്, പിന്നെ നമുക്കത് മിക്സിങ് കറക്റ്റ് ആവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് തന്നെ നമ്മൾ ഇളക്കുന്നത്. ഓക്കെ, നമ്മുടെ മിക്സിംഗ് ഒക്കെ റെഡി ആയതിനു ശേഷം എന്നിട്ട് നമ്മളിവിടെ എടുക്കുന്നത് വാഴയിലയാണ്. അപ്പോൾ അതിനകത്തേക്ക് ഇതൊന്ന് പരത്തി വെച്ച് കൊടുക്കണം. കാരണം ഇതിനകത്ത് ഇടയ്ക്ക് ഫില്ലിംഗ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഇത് മൊത്തത്തിൽ മിക്സിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് പരത്തിയതിന് ശേഷം ഒന്ന് മടക്കി വെച്ചാൽ മതി. എന്നിട്ട് ഇനി നമ്മൾ കുറച്ച് പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ട് അതൊന്ന് അടുപ്പിലേക്ക് വെക്കണം. ഇനി നമ്മൾ ആ ചെയ്ത് വെച്ച
ചക്കയട എടുത്ത് ഇതിനകത്തേക്ക് വെച്ചാൽ മതി, സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഒരു അരമണിക്കൂർ ഇത് സ്റ്റീം ചെയ്തതിന് ശേഷം നമ്മുടെ ചക്കയപ്പം റെഡിയാവുന്നതാണ്. നമ്മുടെ ചക്കയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് മസ്റ്റായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്.